ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിട്ട് പോ. സ്വീറ്റും ഷോക്കായി നോക്കായിരുന്നു. ഇത് സ്വീറ്റ് വീണ് വെളിയിൽ വരുന്നതെന്ന് വീഡിയോ ചെയ്യുന്ന പകരം ക്യാമറ മാതിരി സ്വീറ്റ് നോക്കായിരുന്നു. അതേപോലെ സ്വീറ്റ് നോക്കായിരുന്നു ഷോക്കിൽ. ഇത് മാത്രം ഹീറോ വെളിയിൽ ചുമ്മാ വെളിയിൽ അകത്ത് വന്നു പോയില്ല, ചുമ്മാ നോക്കുമായിരുന്നു. പ്രിയ യഥാർത്ഥ നമ്മളെ ഹീറോ അനുഷ്കൊക്കെ ഒന്ന് കൊടുക്കാമെന്ന് അമ്മയെ കൊടുത്തയച്ചത് എന്ന് പറയായിരുന്നു. സ്വീറ്റ് വെളിയിൽ ചുമ്മാ കാത്തുകൊള്ള വന്നായിരുന്നു. ഇവിടെ 3 വർഷം ആക്കായി നോക്കാം വീണ്. അയ്യോ എനിക്ക് അടി കിട്ടത് ബാക്കിയോ എന്ന് പറഞ്ഞ ഹീറോ ഓട്ടോ റൂം വീട്ടിൽ പോയി മറട്ടി വിട്ടായിരുന്നു. ഇത് സ്വീറ്റ് മൊത്തം കേട്ടായിരുന്നു. ഇത് കാര്യം പറയണോ എന്ന് പറയായിരുന്നു. അങ്ങനെ കുറച്ച് ഡേയ്സ് പോകുന്നതാണ് ഹീറോയിൽ കൂടെ ഇങ്ങനെ വീക്ക് കുറച്ച് ഹീറോയിനെ പിടിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞ് ബേബി കൂടെ ഹീറോയിൽ കൂടെ ടൈം ചെയ്ത് പിന്നെ പോയായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിൻ്റെ ഇപ്പോൾ ഗ്രാജുവേറ്റ്. ഹീറോയ്ക്ക് ഭയങ്കര കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയുടെ ഗ്രാജുവേറ്റ്. അപ്പം എനിക്ക് പഠിച്ചു കഴിഞ്ഞു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം ഫാഷൻ ഡിസൈൻ പഠിച്ചു കഴിഞ്ഞു. ഹീറോ ഫാഷൻ ഡിസൈനറാണ് പഠിച്ചത്. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം സമാധാനമായി പറഞ്ഞു, ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഹീറോ പറയുന്നു ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോ സന്തോഷിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ഭയങ്കര ഹാപ്പി ആയി പഠിച്ചു കഴിഞ്ഞായിരുന്നു. അതുമാത്രം ഹീറോയിൻ്റെ 2 ഫ്രണ്ട്സും എക്സ്ട്രാ അവരും അങ്ങനെ ഫാഷൻ ഡിസൈൻ പഠിച്ചായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോ പറയായിരുന്നു ശരി ഓക്കെ എന്ന് പറഞ്ഞ് അവർ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ജോലി ആയിട്ടായിരുന്നു. മച്ചി എന്ന് പറഞ്ഞ് എന്തടി പറയായിരുന്നു. അങ്ങനെയായിട്ട് ഭയങ്കര ഹാപ്പി ജോലിയായിട്ട് എൻജോയ് തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് എല്ലാം സന്തോഷമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോ ശരി ഓക്കെ എനിക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു ഗ്രാജുവേറ്റ് ആയിരുന്നു. അപ്പാണ് എല്ലാവരും പറയായിരുന്നു. അപ്പോൾ വി പറയണോ ഞാൻ പറയാൻ പോകുന്നത്. ആരും പറയുന്നു എന്താ ഞാൻ പറയാം, എല്ലാവർക്കും പറയാൻ പോകാം എൻ്റെ വൈഫ് ആരാണെന്ന്. ശരിടാ ഓക്കെ പറഞ്ഞു വന്ന് അവിടുത്തെ ബാങ്ക് മീഡിയയോട് പറയായിരുന്നു. ബാങ്ക് മീഡിയ അവിടെ ഒരു വലിയ സിഒനോട് പറയുന്നു. അത് ആ സിഒ ഓക്കെ എന്ന് പറയായിരുന്നു. പറഞ്ഞു വന്ന് എന്നിട്ട് ഇതിൻ്റെ വി എന്ന് സിംഗിളായിട്ട് കമ്മിറ്റ് ആവട്ടെ എന്ന് പറഞ്ഞാൽ ആ സിഒക്കെ നല്ല മനസ്സാണ് എല്ലാം പറയായിരുന്നു. വി പറയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ അങ്ങനെ സ്വീറ്റ് ഹണി പറയായിരുന്നു. ഹണി വന്ന് ഹീറോയിൻ റാഗ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. നീ ഫസ്റ്റ് വന്ന് എന്താക്കണം, എന്താ എൻ്റെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഹണിക്ക് ബോയ് ഫ്രണ്ട് ഹീറോയിൻ പുറകെ അതിൽ ഒരാളായിരുന്നു. ആ കോളേജിൽ സീനിയർ ആയിരുന്നു. ഹണി പറയായിരുന്നു ഇതാ എൻ്റെ ബോയ് ഫ്രണ്ട്. 3 ദിവസം അവരുടെ ബോയ് ഫ്രണ്ട് കട്ടായിരുന്നു. ഹണി പറയായിരുന്നു എൻ്റെ ബോയ് ഫ്രണ്ട് എന്ത് ചെയ്യുന്ന അറിയോ നിങ്ങൾക്ക് ഹീറോയ്ക്ക് കാരണം എന്താ എൻ്റെ ബോയ് ഫ്രണ്ട് ചെയ്യുക. ഇതല്ല വി നോക്കിയുണ്ട് വീക്കും കാരണം വീക്കും ഇങ്ങനെ കൈ വെച്ചിട്ട് നോക്കായിരുന്നു. വി മാസ്ക് വെച്ചിരുന്നു. അങ്ങനെ ഹണി പറയായിരുന്നു പറഞ്ഞൊക്കെ നോക്ക് നിനക്ക് ഒരു ബോയ് ഫ്രണ്ട് ഇല്ല നോക്കുക. ഇതെൻ്റെ ബോയ് ഫ്രണ്ട്. ഞങ്ങൾക്ക് 2 പേർക്ക് എൻഗേജ്മെൻ്റ് ആയി, നെക്സ്റ്റ് മാരേജ്. എൻ്റെ ബോയ് ഫ്രണ്ട്ക്ക് ജ്വല്ലറി ഷോപ്പുണ്ട് എന്ന് ഭയങ്കര സ്വീറ്റ് പറയായിരുന്നു. സ്വീറ്റ് അല്ല ഹണി പറയായിരുന്നു. നെക്സ്റ്റ് മേരിയാണ് സെക്കൻഡ്. മേരി പറയായിരുന്നു എൻ്റെ ബോയ് ഫ്രണ്ട്ക്ക് ഡ്രസ് ഷോപ്പുണ്ട്, ഇങ്ങനെ സിറ്റി സെൻറ്റർ ഷോപ്പുണ്ട് എന്നെ പറയായിരുന്നു. പിന്നെ ഒന്ന് മേഘണ പറയായിരുന്നു എൻ്റെ ബോയ് ഫ്രണ്ട് പറഞ്ഞ ഒരു മോഡലാണ് എന്നിട്ട് പറയായിരുന്നു. അങ്ങനെയായിട്ട് റാഗിങ് ചെയ്യുന്ന ഹീറോയിൻ റാഗ് ചെയ്യാണ്. ഇത് വി ശ്രദ്ധിച്ച് നോക്കായിരുന്നു. വീക്ക് ടെൻഷനായിരുന്നു. ഹീറോയിനെ പിടിച്ച് ടോർച്ച് ചെയ്താണ്. വീക്ക് ഓവർ ടെൻഷനായിരുന്നു. അങ്ങനെ വി വന്നിട്ട് മൈക്കെടുത്ത് എല്ലാവരോടും പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞ് വി പറയുന്നു. അങ്ങനെ എല്ലാവരും ഷോക്കായിരുന്നു. വി മാസ്ക് കൂറിയായിരുന്നു. വി വന്നായിരുന്നു. എല്ലാവരും ഇറ്റ് ഈസ് വി അല്ലേ ഇത്, അതെ വി പറയുന്നു. എല്ലാവർക്കും കേട്ടോ എൻ്റെ വൈഫ് ഇവിടെയാണ് പഠിക്കുന്നത് എന്ന് പറയുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അതുമാത്രമല്ല വി പറയുന്നത് എല്ലാം കുറച്ച് ബോഡി ഗാർഡ് അത് ഇടാനുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് മാർക്കോ ഹീറോ ഷോക്കായിട്ടുണ്ടായിരുന്നു. ആ ബോഡി ഗാർഡ് അത് മാത്രമല്ല ഹീറോയിൻ്റെ ഫ്രണ്ടല്ല സ്വീറ്റ് പറയുന്നു നീ ഇവിടെ മാർക്കോ ഹീറോയിനെ ഊന്തിടാൻ നോക്കിയായിരുന്നു. വിക്ക് ടെൻഷനായ സ്വീറ്റ് അല്ല ഹണിയെ ഊന്തിടാൻ നോക്കിയായിരുന്നു ഹീറോയിനെ. വി വന്ന് പിടിച്ചായിരുന്നു. വി പറഞ്ഞിട്ട് ഓരോ മുറക്കായിരുന്നു. അങ്ങനെയായിട്ട് വീൻ്റെ ഒരു ബോഡി ഗാർഡ് പലരും അടി കൊടുത്തായിരുന്നു ഹണിക്ക്. എന്താ ബോസിൻ്റെ വൈഫിനെ ടച്ച് ചെയ്യുമെന്ന് പറയാം. വി പറയായിരുന്നു ഇതെൻ്റെ വൈഫ് എന്ന് പറയായിരുന്നു. ഹീറോ ഷോക്കായിട്ട് വീണ്ടും നോക്കായിരുന്നു. ഹീറോയ്ക്ക് പ്രൊപ്പോസ് ചെയ്ത അത് വി അടുത്ത് വന്ന് പ്രൊപ്പോസ് ചെയ്ത് പിടിച്ച് കിസ് ചെയ്ത് ഹീറോയ്ക്ക് ഷോക്കായി. അതുമാത്രമല്ല ഹീറോയ്ക്ക് ബൊക്കെ ഫ്ലവേഴ്സ് എല്ലാം കൊടുത്തായിരുന്നു. അത് താഴെ വീണും ഹീറോയുടെ ഷർട്ടിൽ കൊടുത്ത താഴെ വീണായിരുന്നു. ഷാക്കിൽ പാവം സ്വീറ്റിക്ക് ഷോക്ക്, എല്ലാവർക്കും ഷോക്ക്. പിടിച്ച് കിസ് അടിച്ചായിരുന്നു. വി പറയുന്നു ഹനിയുടെ നോക്കി പറയായിരുന്നു ഇനി മേലെ എൻ്റെ വൈഫ് മേലെ കൈവച്ചാൽ എന്ത് ചെയ്ത് ഞാൻ ബാക്കി വെക്കാൻ എന്ന് മറട്ടായിരുന്നു. സ്വീറ്റ് വായി പൊളന്ന് നോക്കായിരുന്നു. എന്നാ ഇവിടെ നടക്കുന്ന സ്വീറ്റ് തിന്നുന്ന പ്രാന്തില്ല. അവിടെ വന്നിട്ട് ബാങ്ഷൻ വന്നു ഒരേ അടി. ആരും അടിക്കുന്നത് ബാങ്ഷൻ പറയായിരുന്നു നമ്മൾ 2 കമ്മിറ്റ് ആവാ. ഇല്ല എനിക്ക് ആരും വേണ്ട. ബാങ്ഷൻ പുറകിൽ പോകാൻ തുടങ്ങിയായിരുന്നു. ശരിപ്പാ പ്രിയ പറയായിരുന്നു അപ്പാ ഇവനൊരു തോന്നി എനിക്ക് സിംഗിളായിട്ട് ആരെന്നെ വിളിക്കുക. ഷോക്കായിരുന്നു.
വോയിസ് കേൾക്കാം അവള് മാരി മീ എന്തായിട്ട് വോയിസ് ആരൊക്കെ മാരേജ് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഫ്ലിക്സ് ആയിരുന്നു. ഹായ് വീട്ടി എന്ന് പറഞ്ഞ ഷാക്കിലും അവിടെ മങ്ങി വീണായിരുന്നു. എന്ത് പറ്റി ഫ്ലിക്സ് ആയിരുന്നു. ഫ്ലിക്സ് പറയായിരുന്നു. പ്രിയ എന്നോടത്ത് ഫ്ലിക്സ് പറയണേ എന്ത് പറ്റി ഫ്ലിക്സ് പറയണേ കുളിക്കായിരുന്നു. ഫ്ലിക്സിന് മമ്മി ഡാഡി എന്തിടാന്ന് ചെയ്യുന്നത്? ഇല്ല മമ്മി ഞങ്ങൾക്ക് ഇവിടെ പിടിച്ചായിരുന്നു അതുകൊണ്ട് ഞാൻ കുളിക്കുന്നത് എന്ന് പറയുന്നത്. ഫ്ലിക്സിനിടെ കറി കേൾക്കണ്ട മമ്മി ഡാഡി എനിക്ക് എങ്ങനെ അറിയോ? അതാ ഒരു ഫോട്ടോ അയച്ചതാ എന്ന് പറഞ്ഞ 2 ബോയ്സ് 2 റിയാക്ഷൻ പറയുന്നു. ഇതായിട്ട് 2 പേർക്ക് ഫോട്ടോ കാട്ടിയ 2 ഗേൾസിന് അതുകൊണ്ട് അവർക്ക് പിടിച്ചായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് ഫോട്ടോസൊക്കെ കാട്ടിയപ്പോൾ 2 പേർക്ക് പിടിച്ചായിരുന്നു. അങ്ങനെ ഇട്ട് ഇതിടെ പിന്നെ അവർക്ക് കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് അവർക്ക് മാരേജ് ആയിരുന്നു. ഫ്ലെക്സിനെ കണ്ടിട്ട് നമ്മൾ ഒറ്റ ഓട്ട് ഓടിപ്പോവാ. സ്വീറ്റി പറയുന്നത് ഫങ്ഷന് എനിക്ക് അത് വേണോടാ ഇത് വേണോടാ പാവ മനുഷ്യൻ ടോർച്ചിച്ച പാവ മനുഷ്യന്. അങ്ങനെയായിട്ട് ഡേയ്സ് വന്നു തുടങ്ങിയായിരുന്നു. ഇപ്പം ഹീറോ പെണ്ണിട്ടാണ്. അതുകൊണ്ട് ഹീറോ ഹോസ്പിറ്റലിൽ ഭയങ്കര കരയായിരുന്നു ഹോസ്പിറ്റലിൽ. അങ്ങനെയായിട്ട് ഹീറോ മയങ്ങി വീണായിരുന്നു. ഹീറോയ്ക്ക് ബേബി ജനിച്ചായിരുന്നു. വീക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. 4 ബേബി ആയിരുന്നു. 4 ബേബി അങ്ങനെ വീക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോയിൻ മമ്മിക്കെല്ലാം ഹീറോയിൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ പറയുന്നു 4 എന്ന് പറഞ്ഞൊക്കെ ആയിരുന്നു. ഫ്ലിക്സ് പറയായിരുന്നു നമുക്ക് നെക്സ്റ്റ് ബേബി 4 ബേബി ട്രൈ ചെയ്യാം എന്ന് ഫ്ലിക്സ് പറയായിരുന്നു. ഇതൊരു ഫ്ലിക്സ് മണ്ടക്ക് റെഡി കൊടുക്കായിരുന്നു എന്ന് പറയായിരുന്നു. ഇതിൽ ഇപ്പോൾ ഫ്ലിക്സ് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇതിൽ ഫ്ലിക്സ് അറിയാം അങ്ങനെയായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ഇപ്പോൾ ഇതിനായിട്ട് ഫ്ലിക്സിൻ്റെ വൈഫൊക്കെ വേദന പറയാൻ തുടങ്ങി. അയ്യോ വേദനിക്കുന്നതെന്ന് പറയുന്നു. ഫ്ലിക്സ് വൈഫ് അയ്യോ വേദനിക്കുന്നത് അതല്ല വാങ്ങിച്ചൊരു വൈഫൊക്കെ അറിയാൻ തുടങ്ങി. അങ്ങനെ അവരും വേണ്ടിയിട്ടാണ്. അങ്ങനെ അവർക്കും കുട്ടികൾ ജനിച്ചായിരുന്നു. അത് മാത്രമല്ല ഫ്ലിക്സൊക്കെ പറഞ്ഞ ട്രിപ്പിൾസ് അതെ ബാങ്ക്ഷനക്ക് ട്വിൻസ് അങ്ങനെയായിട്ട് അങ്ങനെ കുട്ടികൾ ജനിച്ചായിരുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു. വേറെ പറയാമായിരുന്നു. അങ്ങനെയായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫാമിലി ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഹീറോയി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അനുഷ്ക പറയായിരുന്നു ശരി നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അനുഷ്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഫോട്ടോസ് ഫാമിലി ഫോട്ടോസ് അത് ഇതെല്ലാം എടുക്കായിരുന്നു. ഇങ്ങനെ വയ്യാരി പറയായിരുന്നു മമ്മി എന്നാ വയ്യാരി നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം മോം പ്ലീസ് മോം. ശരി ഓക്കെ വയ്യാരി.